യു എയിൽ നമ്മൾ റെസിഡൻ്റ് ആയിട്ട് ജീവിക്കുമ്പോൾ യു എയിലെ നിയമങ്ങളെ പറ്റിയും റൂൾസിനെ പറ്റിയൊക്കെ വലിയ അറിവൊന്നും വേണ്ടെങ്കിലും ചെറിയ ഒരു ധാരണയെങ്കിലും വേണം. ഇല്ല എങ്കിൽ നമ്മൾ ഒരു ചെറിയ മിസ്റ്റേക്കിന് വരെ നമ്മൾ കുടുങ്ങിപ്പോവും. ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ മുന്നിൽ വന്നിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു മലയാളി 30,000 ദിർഹത്തിന് ഒരു കാറ് ശ്രീലങ്കക്കാരന് വിറ്റു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഒരു പവർ ഓഫ് അറ്റോർണി ഈ ശ്രീലങ്കക്കാരന് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പേരിലോട്ടാക്കി കൊടുക്കാനുള്ള ഒരു അനുമതിയായിരുന്നു. പക്ഷേ ഇദ്ദേഹം 1 വർഷത്തിന് ശേഷം ഭാര്യയുടെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി വേറൊരു ജോലിക്കൊക്കെ കയറി ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ഫൈൻ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ 25,000 ദിർഹം കിടപ്പുണ്ട്. ഈ ശ്രീലങ്കക്കാരൻ എങ്ങനെയൊക്കെ ഓട്ടിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഈ കാർ ഓടിച്ചിട്ടുണ്ട്. വലത്തോട്ട് തിരിക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടാത്തില്ല, സിഗ്നൽ കട്ട് ചെയ്ത് എല്ലാത്തിനും. അങ്ങനെ 25,000 ദിർഹം ഈ കാറ് വിറ്റ ആൾ തന്നെ ഇപ്പോൾ അടയ്ക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്കാണ്. അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് പൂർണ്ണമായിട്ട് കാറ് മാറ്റിക്കൊടുത്തിട്ട് ഇവിടെ നിന്ന് പോകാൻ പാടുള്ളതായിരുന്നു. ഇപ്പോൾ ഇതുപോലെയാണ് ഓരോ മലയാളികൾക്കും ഇങ്ങനെയുള്ള കേസിൽ കുടുങ്ങുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങനെയുള്ള തെറ്റുകൾ വരുത്തി വെക്കരുത്. നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം.